കല്യാണം കഴിച്ചതിന്റെ 4ാമത്തെ കൊല്ലം പെണ്ണുങ്ങൾ ഗൾഫ് കൊണ്ടുപോയി. എന്താ നിയമം? ഭാര്യമാരെ 4 മാസം പിരിഞ്ഞിരിക്കരുതെന്ന് ഉമർ റളിയല്ലാഹുവിന്റെ കൗലുണ്ട്. കൗലൊക്കെ ശരി തന്നെയാണ്. ഭാര്യമാരെ 4 മാസം പിരിഞ്ഞിരിക്കരുതെന്നുണ്ട്. പക്ഷെ വാപ്പനെയും ഇവനെ ഒരു രാത്രി പിരിഞ്ഞിരിക്കരുതെന്നാള് എന്തേ ആ കൗല് വേണ്ടേ? അപ്പൊ പറഞ്ഞത് ആങ്ങളന്റെ അനിയന്റെ അടുത്ത് ഏൽപ്പിച്ചതാ. അനിയന് മാത്രമാണോ ഉമ്മാന്റെ കടമ, വാപ്പാന്റെ കടമ? അല്ലെ കാരണവന്മാര് മാത്രം പുരേ ഇറങ്ങിപ്പോകാനുള്ളത് ആളുകളായതുകൊണ്ട് ഉമ്മനെയും വാപ്പനെയും നോക്കണ്ടെന്നുണ്ടോ? അല്ലെങ്കിൽ ഇളയോന് തറവാട് പോലെ കൊടുത്തതുകൊണ്ട് ഓൻ തന്നെ മരിക്കുന്നവരെ നോക്കണമെന്നുണ്ടോ? മാസത്തിലോ ആഴ്ചയിലോ ഒരു 100 റുപ്യ 50 റുപ്യ വാപ്പാന്റെ കച്ചിത്തുണിയോ വാങ്ങിക്കൊടുത്ത അതോടുകൂടി തീരുമല്ല കടമയും. ഇന്നൊക്കെ വാട്സപ്പ് സ്നേഹം. കേരളത്തിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പിലായിരുന്നു സൗദി അറേബ്യയിൽ ഉണ്ടായ ഒരു കഥ ഓടി ഇട്ടതല്ലേ? ഏട്ടന്റെ അടുത്തുണ്ടായിരുന്ന വാപ്പനെ കിട്ടാൻ അനിയൻ കേസ് കൊടുത്തു. വാപ്പൻ എനിക്ക് നോക്കണം, എനിക്ക് കിട്ടണം. അവസാനം കോടതി വിധിച്ചു അനിയന്റെ കൂടെ പറഞ്ഞേക്കണം. വാപ്പാന്റെ കയ്യും പിടിച്ച് കോടതിയിൽ ഇറങ്ങി പോകുമ്പോ ഏട്ടൻ അനിയനെ തടഞ്ഞു നിന്നിട്ട് പറഞ്ഞു, നിന്റെ സ്വർഗാട്ടോ കൊണ്ടുവന്ന് അതിന് ഓർമ്മിച്ചോ. വാപ്പാനെ കൊണ്ടുവന്ന് കണ്ടിട്ട് പറഞ്ഞതാ. കേരളത്തിലെ 150 ഗ്രൂപ്പിൽ ഇൻകൻ അയച്ചിട്ട് 150 ആള്. പക്ഷെ ആ അയച്ചോനും സ്വന്തം വാപ്പാനെ പോയി കൈപിടിച്ചിട്ട് ഹാഫ് ഡേ ലീവ് എടുത്തിട്ട് ഉപ്പ നമ്മളൊന്ന് ചെക്കപ്പിന് പോകാന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. ആ വാപ്പാന്റെ നെഞ്ചിന്റെ പെടച്ചിലറിഞ്ഞിട്ടുണ്ടാവില്ല. ഇതൊക്കെ ഇപ്പം സ്നേഹം അഭിനയങ്ങളാണ്, കാപട്യ രോഗങ്ങൾ. എല്ലാ മക്കളും അങ്ങനെയെന്ന് ഞാൻ പറയുന്നില്ലല്ലോ. ഒരുപാട് നല്ല മക്കളുണ്ട്. ഒരുപാട് മക്കളെ പറ്റി തൃപ്തിയോടെ പറഞ്ഞു മരിച്ചു എന്ന വാപ്പാരുമാരുണ്ട്. ഓനെ മക്കളായി കിട്ടിയത്, ഓനെ മോനായി കിട്ടിയത് എന്നൊക്കെ അഭിമാനത്തോടെ പറയുന്നവരുണ്ട്. എന്നാൽ അതേ സ്ഥാനത്ത് 4-5 മക്കളുണ്ടായിട്ടും ഒരു ഗതിയും പരഗതിയും ഇല്ലാണ്ട് മക്കളെ നാവുകൊണ്ട് തന്നെ തള്ളക്ക് അഹങ്കാര അല്ലെങ്കിലും വാപ്പാക്ക് ഇച്ചിരി കിബ്ര എന്നൊക്കെ കേട്ട് അവസാനം പേരക്കുട്ടികൾക്ക് ഒരു മുട്ടായിന്റെ വകുപ്പ് പോലും ഇല്ലാണ്ട് ഒരു കാലത്ത് കൊട്ടാരം പോലെ ജീവിച്ച കുടുംബത്തില് ദരിദ്രനെ പോലെ ജീവിച്ചു മരിച്ചുപോയ വാപ്പാരുമാരുണ്ട്. ഇതിലേതാ പെന്റിങ്ങളെ പുരയിൽ ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കും. ഇതുപോലെ അന്നത്തെ കൊട്ടാരത്തിൽ ജീവിച്ച് അന്ന് മക്കളെ രാജകുമാരന്മാരെ പോലെ സ്നേഹിച്ച വാപ്പാക്ക് ഇതാഗതിയെങ്കിൽ ഇന്നത്തെ കൊട്ടാരത്തിൽ ജീവിക്കുന്ന നിങ്ങൾക്കും നമ്മക്കും അതേ ഗതിയെ പഠിച്ചോൻ എത്തിച്ചേരൂ. അതിൽ കൂടാനല്ലാണ്ട് കുറയൂല.